മോനെ എന്താ ആ ഇതിൽ ഉണ്ണിയപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഷിബുവിന്റെ പീടിയിൽ കൊടുക്ക്. മേലെ അച്ചപ്പോണ്, അത് ഷൈജുവിന്റെ അടുത്ത് കൊടുക്ക്. തിരക്കില്ല, മോൻ പോകുമ്പോ കൊടുത്താൽ മതി. പിന്നെ ഒന്നുമില്ല, പൈസ അച്ഛൻ വാങ്ങും, നീ വാങ്ങിക്കണ്ട. അമ്മ എത്ര കാലം ഞാൻ പറഞ്ഞത് എന്തിനാ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എനിക്ക് നല്ല ജോലിയില്ലേ, അച്ഛനും ജോലിക്ക് പോകുന്നുണ്ട്, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്ത് വേണമെന്ന് പറഞ്ഞാൽ പോരെ, ഞാനും അച്ഛനെ മേടിച്ചു തരില്ലേ? നിന്നോട് ആരാ പറഞ്ഞ എനിക്കിത് കഷ്ടമാണെന്നുള്ളത്? എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഞാൻ നിന്റെ അച്ഛൻ്റെയും കാല് പിടിക്കണം? സ്വന്തം പൈസ കൊണ്ടൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് മോനെ. പിന്നെ നിങ്ങൾ മക്കളുടെ സ്വഭാവം എപ്പോഴും മാറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കാരണം ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിച്ച് 10 രൂപ ഉണ്ടാക്കി വെച്ചാൽ വയസ്സാം കാലത്ത് ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കാലോ. അമ്മയെ പറഞ്ഞിട്ട് മാറ്റാൻ കഴിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അതന്നെ ചെയ്തോ. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകുമ്പേ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ. ആ മോനെ, അമ്മ ഓർമ്മപ്പെടുത്ത. ഇതെന്തിന് ഇത്ര പച്ചക്കറി വാങ്ങിച്ചിട്ട് വരുന്നു? ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ ഇല്ലേ? ഇത് കുറച്ചല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ ഇത്ര അനാറ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്? മിനിഞ്ഞാന്ന് വാങ്ങിയത് ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടല്ലോ. നീ ഇത് അവനെ ജ്യൂസ് അടിച്ചു കൊടുക്ക്. എല്ലാം അവന് ഇത്രയൊക്കെ വാങ്ങിട്ട് വരലുണ്ട്. ഇവിടെ നിങ്ങൾ വല്ലതും കഴിക്കലുണ്ടോ? നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരും വാങ്ങി കൊടുക്കുക. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇതെല്ലാം എടുത്തു വയ്ക്കും, ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിട്ട് വരാം. ചിക്കനോ? ഞാൻ എന്താ ഇവിടെ മീൻ മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. കിട്ടുന്ന വയസ്സിന് മുഴുവൻ സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ ആ മനുഷ്യർ സമാധാനം പറയണത് ഉണ്ടാവില്ല. അമ്മേ എന്താ എന്താ പറ്റേ? മോനെ, നീ വേഗം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഹോസ്പിറ്റലിൽ പോ. സാറിന് അച്ഛൻ ഹോസ്പിറ്റലിൽ പോ. പറയാൻ പറ്റില്ല, വാച്ച. അമ്മ പേടിക്കണേ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാ. അമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞു? എന്ത് പറഞ്ഞ ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട്. നല്ല ഭക്ഷണം കൊടുത്താൽ മതി അച്ഛൻ. എത്ര പറയണം മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം പറഞ്ഞ സാധനം കഴിക്കില്ല. ഞാൻ വെള്ളം എടുത്തിട്ട് വരപ്പോ. ആ ഷിബു, ഒരു 2 ആഴ്ചയും കൂടി കഴിയും കേട്ടോ സാധനങ്ങൾ കിട്ടേ. ആ മൂപ്പർക്ക് റെഡി ആയിട്ടില്ലേ? ആ പിന്നെ തീർച്ചയായിട്ടും കൊണ്ടുവരാം. ആ ശരിയാണ്. പച്ചക്കറികളെല്ലാം കഴിഞ്ഞ് ഒന്നുമില്ലല്ലോ. ഒരു പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. എടോ കുട്ടാ, മോനെ. എന്താ ആ നീ കുറച്ച് പച്ചക്കറി വാങ്ങിട്ടോ മോനെ. പച്ചക്കറികളെല്ലാം കഴിഞ്ഞു. പച്ചക്കറിയോ? എന്ത് പച്ചക്കറി? ഇവിടെ ഒന്നുമില്ല മോനെ, പച്ചക്കറി എല്ലാം കഴിഞ്ഞു. അച്ഛൻ വാങ്ങിയിട്ട് വരുമ്പോൾ എനിക്കൊന്നും അറിയണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാ സാധനവും കുറച്ച് മേടിക്കും. ഞാൻ മേടിക്കാം. അമ്മേ ഇതാ. ഇതെന്താടത്? പച്ചക്കറിക്ക് അറുക്കുന്ന വിലയാ മേലെ എടുക്കുന്നത്. പിന്നെ നമ്മൾ 3 ആളിലേ ഉള്ളൂ. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചു തരാം. നീ മീൻ വാങ്ങിച്ചിട്ടുണ്ടോ? അതിനമ്മ മീൻ മേടിക്കാൻ എന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, പോയി കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വാ. അച്ഛന് സുഖമില്ലാത്തതല്ലേ, മീൻ ഉണ്ടെങ്കിൽ മാത്രം ഇത്തിരി ഭക്ഷണം കഴിക്കുള്ളൂ. അച്ഛനോട് പച്ചക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പോ എന്തിനാ എന്നും മീന്? എടാ, അച്ഛന് സുഖമില്ലാണ്ടല്ലോടാ. നിനക്ക് മീൻ പറ്റില്ല പറഞ്ഞ ഏത് സമയത്താണ് പോയി അച്ഛൻ ചിക്കൻ വാങ്ങിട്ട് വരുന്നില്ലേ? പോയി വാങ്ങിട്ട് വാടാ. എൻ്റെ മീൻ മേടിക്കാൻ പൈസ ഇല്ല, ഞാൻ ഉള്ള പൈസ കുറുക്കി കൊടുത്തു. അമ്മന് എന്തെങ്കിലും പൈസ തന്നെ പോയി മീൻ മേടിച്ചു തരാം. നീ ആദ്യം എന്താടാ പറഞ്ഞത്? ഞാനും അച്ഛനും അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നില്ലേ? അമ്മ എന്തിനാ പണിയെടുക്കുന്നത് അല്ലേ? 2 ആഴ്ച നില അച്ഛന് വയ്യാണ്ടാകുമ്പോഴേക്കും കുടുംബത്തിൽ താളം മുഴുവൻ തെറ്റിയടാ.
നിൻ്റെ അടുത്ത് ഓരോ സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ നീ ഒരുപാട് 100 കണക്കുകൾ പറയല്ലേ. അതിനെത്ര വില ഇതിനെത്ര വില എന്ന് മീൻ വാങ്ങാൻ പറഞ്ഞു പൈസ ഇല്ലല്ലോ നിനക്ക്. എനിക്കറിയാടാ നീ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. അത് കാരണമാണ് ഞാൻ ജോലി ചെയ്ത് ആ പൈസ ഞാൻ എൻ്റെ പേർക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചത്. പോയി മീൻ വാങ്ങിയിട്ട് അവിടെ വെച്ച്. എൻ്റെ ഷർട്ടും പാൻറ്റും എടുത്ത് വെക്കിട്ടോ, നാളെ ഞാൻ ഷോപ്പ് തുറക്കാൻ പോകും. നിങ്ങളുടെ ഡോക്ടർ എന്താ പറഞ്ഞു? 1 മാസം റെസ്റ്റ് എടുക്കാനല്ലേ? ഇപ്പോൾ 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ആ ചെക്കൻ വല്ലതും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ ഷോപ്പ് തുറക്കാൻ പോവുക. അതിനുള്ള ആരോഗ്യമുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേറെ വീട്ടിൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞല്ലേ, ഞാനിപ്പോൾ ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പോഴത്തെ ചെലവുള്ള പൈസയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരുത്തനെ ആശ്രയിക്കേണ്ടി വരില്ല. നിങ്ങളുടെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, വരുമാനമുള്ള സമയത്ത് 10 റുപ്യ നിങ്ങളുടെ പേർക്ക് മാറ്റി വെക്കും, ആരോഗ്യം നല്ല പോലെ നോക്കി എന്നുള്ളത്. അപ്പം നിങ്ങൾ എന്താ പറഞ്ഞത്? നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ വേറെ ആരാ വാങ്ങിക്കൊടുക്കാനുള്ളതെന്നല്ലേ? ഇപ്പം 10 റുപ്യ നിങ്ങളടുത്ത് എടുക്കാനുണ്ടോ? 2 ആഴ്ച സുഖമില്ലാണ്ടിരിക്കുമ്പോൾ ചെക്കൻ്റെ സ്വഭാവം കണ്ടില്ലേ നിങ്ങൾ? അധ്വാനിക്കാനുള്ള ആരോഗ്യമില്ല, 5 പൈസ കയ്യിലും ഇല്ലെങ്കിൽ ഇല്ലേ ഒരു മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. പെരുവഴിയിലേക്ക് ഇറക്കി വിടാൻ പോലും ഇവന്മാരും മടിക്കില്ല. അത് കാരണം ഇനിയെങ്കിലും കിട്ടുന്നല്ല ഒരു ഭാഗം നിങ്ങളുടെ സ്വന്തം പേർക്ക് മാറ്റിവെക്കും. അല്ലെങ്കിൽ മക്കളുടെ വാക്കും കണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കേണ്ടി വരും. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു.